ഏത് കാലാവസ്ഥയിലും എല്ലാവർക്കും വരുന്ന അസുഖങ്ങളാണ് ഇതൊക്കെ. എല്ലാ അസുഖങ്ങൾക്കും ഈ ഒരൊറ്റ ഔഷധം കൊണ്ട് ഗുണം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണല്ലേ. അപ്പോൾ നിങ്ങളൊരു 25 ഗ്രാമെങ്കിലും ഇത് വീട്ടിൽ സ്റ്റോക്ക് വെച്ചോ. പണ്ടുള്ള ആൾക്കാർ വെറുതെ അല്ല ഇത് വീട്ടിൽ സ്റ്റോക്ക് വെച്ചിരുന്നത്. അപ്പോൾ ഏറ്റവും ഗുണമുള്ള ഒരു ഔഷധം തന്നെയാണ് ഇത്. അപ്പോൾ എന്താണ് ഇതെന്ന് നമുക്ക് വീഡിയോ കണ്ടാലോ. ഹായ്, അമല സ്വാവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് അയമോദകം. മുൻപൊക്കെ ഇത് എല്ലാവരുടെ വീട്ടിലും സ്റ്റോക്ക് ഉണ്ടായിരിക്കും. പണ്ട് ഒട്ടുമിക്ക അസുഖങ്ങൾക്കും ഇതാണ് പല രീതിയിൽ പ്രായമുള്ളവര് കുട്ടികൾക്കും മുതിർന്നവർക്കായിട്ട് കഴിക്കാൻ കൊടുക്കാറ്. എനിക്ക് ഒരു ദഹനക്കുറവും വയറുവേദനയും ഒക്കെ തോന്നിയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് വറുത്ത് കഴുകി ഉണക്കി എന്നിട്ട് ദേ പാനിലിട്ട് വറുത്ത് ചൂടാറിയ ഇനി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചു വെക്കാൻ പോവാണ്. ആവശ്യത്തിന് എടുത്ത് ചെറു ചൂടുവെള്ളത്തിലോ മോരിലോ കലക്കി കുടിക്കാവുന്നതാണ്. അപ്പം നമ്മൾ കഴുകി ഉണക്കി എടുത്ത് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ വറുത്ത് പൊടിച്ച് അങ്ങനെയും നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാം വീട്ടിൽ. എപ്പോഴാണെങ്കിലും നമുക്ക് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ആവശ്യം തോന്നിക്കഴിഞ്ഞാൽ കഴിക്കാം. അപ്പം എന്തിനൊക്കെയാണ് അയമോദകം കഴിക്കുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ദഹനത്തിന് നല്ലതാണ് കേട്ടോ. അതായത് ഗ്യാസ്, അസിഡിറ്റി, വയറുവേദന, ദഹനക്കുറവ് എന്നിവ മാറ്റാനായിട്ട് അയമോദകം വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഫലപ്രദമാണ് ചുമയ്ക്കും ജലദോഷത്തിനും. കഫക്കെട്ട് മാറാനും ആസ്മ പോലുള്ള പ്രശ്നങ്ങൾക്കും ഇത് വളരെ യൂസ്ഫുൾ ആണ്. അയമോദകം ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും കൊഴുപ്പ് കുറയ്ക്കാനും അതുവഴി വണ്ണം കുറയ്ക്കാനും സഹായിക്കുന്നു. പിന്നെ തലവേദന ഉണ്ടെങ്കിൽ അയമോദകം ചെറുതായി ചൂടാക്കിയിട്ട് കിഴി കെട്ടിയിട്ട് മണക്കുന്നതും നെറ്റിയിൽ പതിയെ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ കുത്തി കൊടുക്കില്ലേ, അങ്ങനെ എന്താ പറയുക, കിഴി കുത്തുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചെയ്തു കൊടുക്കുന്നത് തലവേദന കുറയ്ക്കാൻ സഹായിക്കും. ഇതുമാത്രമല്ല കേട്ടോ, അയമോദകത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഇത് എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത്? ഇത് ശരിയായ രീതിയിൽ കഴിച്ചാൽ മാത്രമാണ് നമ്മളുടെ ആ പൂർണ്ണ ഗുണം നമുക്ക് ലഭിക്കുള്ളൂ കേട്ടോ അയമോദകത്തിൻ്റെ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ അയമോദകം ചേർത്ത് തിളപ്പിച്ച് വെള്ളത്തിൻ്റെ നിറം മാറി വരുമ്പോൾ അരിച്ചെടുത്ത് ചെറു ചൂടോടെ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ഗ്യാസിനും അസിഡിറ്റി തുടങ്ങിയവയ്ക്കും തടി കുറയ്ക്കാനും സഹായിക്കും. ഇനി വയറുവേദനയ്ക്കും ദഹനക്കുറവിനും ഞാൻ ഇപ്പോൾ വീഡിയോയിൽ ചെയ്ത പോലെ പാനിലിട്ടിട്ട് വറുത്ത് പൊടിച്ചിട്ട് നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ ഒരു 1/2 ടീസ്പൂണ് ഇട്ടിട്ട് കലക്കി നന്നായി ഇളക്കിയിട്ട് കുടിക്കുന്നത് നല്ല. ഇനി ചെറു ചൂടുവെള്ളം അല്ലെങ്കിൽ മോരിലാണെങ്കിലും കലക്കി കുടിച്ചാൽ മതി കേട്ടോ. വയറുവേദന മാറാൻ നല്ലതാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കുടിച്ചു, നല്ല ആശ്വാസമുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നല്ല ആശ്വാസം കിട്ടും കേട്ടോ. വയറുവേദനയ്ക്കും ദഹനക്കുറവിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഇത്. അപ്പോൾ ഒന്ന് ആ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് തോന്നുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല റിസൾട്ടായിരിക്കും. പിന്നെ പണ്ടുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത് വറുക്കൊന്നുമില്ല, കുറച്ച് അയമോദകവും പിന്നെ ശർക്കരയുടെ ഒരു കഷ്ണവും വായിലിട്ട് ചവച്ചരച്ച് കഴിക്കാറുണ്ട്. ഇനി ഇത് ജലദോഷത്തിന് നല്ലതാണ് കേട്ടോ. മൂക്കടപ്പ് മാറാനും കഫക്കെട്ട് ഇല്ലാതാക്കാനൊക്കെ തിളച്ച വെള്ളത്തിൽ 1 ടീസ്പൂൺ അയമോദകം ഇട്ടിട്ട് ആവി പിടിക്കാം. നിങ്ങൾ ഈ അയമോദകം കഴിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു എരിച്ചിലും ഗ്യാസൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളത് ആവി പിടിക്കുമ്പോണ്ടല്ലോ മൂക്കടപ്പ് പെട്ടെന്ന് മാറും. അതേപോലെ കഫമൊക്കെ ഇളക്കി പോകാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ അയമോദകം. നിങ്ങളൊന്ന് ഈ മൂക്കടയുന്ന സമയത്ത് അല്ലെങ്കിൽ കഫക്കെട്ട് കൂടുന്ന സമയത്തോ കഫം പോവാതിരിക്കുന്ന സമയത്തൊക്കെ ഇത് ഇട്ട് തിളപ്പിച്ചിട്ട് അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് ആവി പിടിച്ചു നോക്കി, നല്ല ആശ്വാസം കിട്ടും കേട്ടോ. വെറുതെ അല്ല മുൻപുള്ള ആൾക്കാർ ഇത് വീട്ടിൽ സൂക്ഷിച്ചിരുന്നത്. പ്രായഭേദമന്യേ എല്ലാ കാലാവസ്ഥയിലും വരുന്ന അസുഖം തന്നെയാണ് ഇതൊക്കെ, ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ. പക്ഷെ അതിനൊക്കെ ഈ ഒരേ ഒരു മരുന്ന് കൊണ്ട് ഗുണം കിട്ടുക എന്ന് പറയുന്നത് അത്ഭുതം തന്നെയാണ് അല്ലേ. അപ്പം എല്ലാവരും വീട്ടിൽ ഒരു 25 ഗ്രാമെങ്കിലും അയമോദകം സൂക്ഷിച്ചോളൂ കേട്ടോ. അയമോദകം ഉണ്ടല്ലോ ചൂട് കൂടുതലുള്ള ഔഷധമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ മാത്രം ഉപയോഗിച്ചാൽ മതി. അതേപോലെ ഗർഭിണികളും അൾസർ ഉള്ളവരും അമിതമായിട്ട് ഉപയോഗിക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.